ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 14-ാമത്തെ അധ്യായം. ദുശ്ശകുനങ്ങളും ദ്വാരകയിൽ നിന്ന് അർജുനൻ്റെ മടക്കയാത്രയും. അത് ചതുർദശോധ്യായഃ. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണോ ബന്ധുദുക്ഷയ നാഥം ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. സൂതൻ പറഞ്ഞു, തൻ്റെ ബന്ധുക്കളെ കാണാനും പുണ്യശ്ലോകനായ കൃഷ്ണൻ്റെ വിശേഷങ്ങൾ അറിയാനുമായി അർജുനൻ ദ്വാരകയിലേക്ക് പോയി. വ്യതീത കതിജന്മാസാസ്തദാ നായാതദോർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി ഗുരുദ്വഹ. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ നിന്നും അർജുനൻ മടങ്ങി വന്നില്ല. അപ്പോൾ ഭയങ്കരമായ ചില ദുർലക്ഷണങ്ങൾ ധർമ്മപുത്രർ കണ്ടു. കാലസ്യ ജഗതിം രൗദ്രാം വിഭജസ്തർത്തു ധർമ്മിണ പാപീയസിം നൃണാം വാർത്താം ക്രോധലോഭാനുദാത്മനാം. കാലം കഠിനമായി, ഋതുധർമ്മങ്ങൾ വിപരീതമായി, ഭയങ്കര സ്വഭാവത്തെയും ക്രോധം, ലോഭം, മോഹം, അസത്യം ഇവയെ മനസ്സോടുകൂടിയവരായി മനുഷ്യർ പാപകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ജിപ്മപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ജ സൗഹൃദം പിതൃമാതൃസുഹൃൽ ഭ്രാതൃ ദമ്പതീനാം ജകൽക്കനം. കാപ്പട്യം വർദ്ധിച്ച രീതിയിൽ അന്യോന്യം പെരുമാറുന്നു. വഞ്ചനയോടുകൂടിയ പരസ്പര സ്നേഹം. മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താക്കന്മാർ എന്നിവർ പരസ്പരം കലഹിക്കുന്നു. നിമിത്യാന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദ്യധർമ്മ പ്രകൃതിം ദൃഷ്ടോപാചാനുജം നൃപഃ. അത്യന്തം ആപത്തിനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളെയും മനുഷ്യരുടെ ലോഭപ്രവൃത്തികൾ നിമിത്തമുള്ള അധർമ്മവൃത്തികളെയും കണ്ടപ്പോൾ കലികാലം ആഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് യുധിഷ്ഠിരൻ അനുജനായ ഭീമസേനോട് പറഞ്ഞു. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണോർ ബന്ധുദുക്ഷയ നാദം ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. യുധിഷ്ഠിരൻ പറയുന്നു, ഭീമസേന, ബന്ധുക്കളെ കാണാനായിട്ടും പുണ്യശ്ലോകനായ കൃഷ്ണൻ്റെ വിശേഷങ്ങൾ അറിയാനുമായി അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചിരിക്കുന്നു. ഗതാ സപ്താധുനാമാസ ഭീമസേനാതവാനുജ യാതികസ്യ വാഹേദോർ നാഹം വേദേതമഞ്ജസ. ഹേ ഭീമസേന, നിന്റെ അനുജൻ പോയിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞുവല്ലോ, ഇനിയും മടങ്ങി വന്നില്ല. അതിന് കാരണം എന്താണെന്ന് പരമാർത്ഥമായിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അഭിദേവക്ഷിണാധിഷ്ഠ സകാലോയമുപസ്ഥിത യഥാത്മനോഗമാ ക്രീഡം ഭഗവാൻ ഉത്സിഷ്ഠതി. പരമാത്മാവ് ക്രീഡയായി സ്വീകരിച്ച തൻ്റെ കൃഷ്ണ ശരീരത്തെ ഉപേക്ഷിക്കാൻ പോകുന്നുവെന്ന് നാരദർ പറഞ്ഞ കാലം സമീപിച്ചുവോ? യസ്മാന്നാ സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജ ആസൻ സപത്ന വിജയോ ലോകാശ്ചായതനുഗ്രഹാത്. ഏതൊരുവൻ്റെ അനുഗ്രഹത്താലാണോ നമുക്ക് രാജ്യവും പത്നിയും പ്രാണങ്ങളും കുലവും പ്രജകളും ശത്രുജയവും ഉണ്ടായത്, ആ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ എല്ലാ ലോകങ്ങളും ഉണ്ടായത്. പശുൽപാദാൻ നരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണാൻ ശംസദോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഹേ മനുഷ്യരിൽ വ്യാഘ്രമായവനെ, നമ്മുടെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതും പരിഭ്രമിക്കുന്നതുമായ ഭയം സമീപിച്ചിരിക്കുന്നുവെന്ന് നമ്മെ അറിയിക്കുന്ന ഘോരമായ ദുർലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലും ആകാശത്തിലും ഭൂമിയിലും സംഭവിക്കുന്നത് നോക്കുക. ഊർവക്ഷി വാഹവോ മഹ്യം സ്ഫുരന്ത്യംഗ പുനഃ പുനഃ വേപതുശ്ചാഭിഹൃദയേ ആരാധാസ്യന്തി വിപ്രിയം. എൻ്റെ തുട, കണ്ണ്, കൈ എന്നിവ വീണ്ടും വീണ്ടും തുടിക്കുന്നു. ഹൃദയത്തിൽ വിറയലും അനുഭവപ്പെടുന്നു. അതിനാൽ അടുത്തു തന്നെ അപ്രിയം വരും എന്ന് സൂചിപ്പിക്കുന്നു. ശിവേശോദ്യന്തമാദിത്യം അഭിരൗത്യനൽ അലാനന അനലാനന മാമംഗസാരമേയം മാരംഗസാരമേയോയം അഭിരേപത്യഭീരുവത്. ഈ സഹോദര, മുഖത്തിൽ നിന്ന് അഗ്നി വമിപ്പിച്ചുകൊണ്ട് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി കുറുക്കൻ ഓരിയിടുന്നു. ഈ ശ്വാനൻ എൻ്റെ നേരെ ധൈര്യത്തോടെ ചാടി വന്നു കുരയ്ക്കുന്നു.
ശസ്താ കുർവന്തി മാംസവ്യം ദക്ഷിണം പശവോപരേ വാഹാംസ പുരുഷവ്യാക്ര ലക്ഷയേരുദതോ മമ. ശ്രേഷ്ഠങ്ങളായ പശുക്കൾ തുടങ്ങിയവ എൻ്റെ ഇടത്തുഭാഗത്തിലൂടെ നടക്കുന്നു. കഴുത മുതലായ മൃഗങ്ങൾ എൻ്റെ വലതുഭാഗത്തിലൂടെ നടക്കുന്നു. ഈ പുരുഷശ്രേഷ്ഠ, കുതിരകൾ എന്നെ നോക്കി കരയുന്നു. ഇത്തരം അശുഭ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നു. മൃത്യുദൂത കബോധോയം ഹുലൂക കമ്പയന്മന പ്രത്യലൂകശ്ച ഗുഹാനേ അനിദ്രോ ശൂന്യവിച്ഛത. ഈ മാടപ്രാവ് മൃത്യുദൂതനായിട്ട് ശബ്ദിക്കുന്നു. ഊമനും കാക്കയും മനസ്സിനെ വിറപ്പിച്ചുകൊണ്ട് നിദ്രയില്ലാതെ ലോകം ശൂന്യമാകാൻ പോകുന്നുവെന്ന് എന്നെ അറിയിക്കുവാനെന്ന വണ്ണം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ധൂമ്രാദിശ പരിതയാ കമ്പതേ ഭൂസഹാദ്രിഭിഃ നിർഗാദശ മഹാംസ്താദ സാഗം ജാസ്തനയജ്ഞുഭിഃ. ദിക്കുകൾ ധൂമ്രവർണ്ണമുള്ളവയായിരിക്കുന്നു. സൂര്യചന്ദ്രന്മാർക്ക് ചുറ്റും പരിവേഷം കാണുന്നു. ഭൂമി മലകളോടുകൂടി കുലുങ്ങുന്നു. മിന്നലോടുകൂടി വമ്പിച്ച ഇടിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വായുർവാദികരസ്പർശോ രജസാവിസൃജം സ്തമ അസൃക് വർഷന്തി ജലത ബീഭത്സം ഇവ സർവദാ. വലിയ കാറ്റ് വീശി പൂഴി പറത്തുന്നതിനാൽ ദിക്കുകളിൽ ഇരുട്ട് വ്യാപിക്കുന്നു. മേഘങ്ങളിൽ നിന്നും എല്ലായിടത്തും ഭയങ്കരമായ രക്തവർഷം ഉണ്ടാകുന്നു. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ധം മിതോ ദിവി സസംകുലേ ഭൂതഗണേർ ജ്വലിതേ ഇവരോദസേ. സൂര്യൻ്റെ പ്രഭ കുറഞ്ഞിരിക്കുന്നു. ആകാശത്തിലുള്ള ഗ്രഹങ്ങൾ പരസ്പരം കലഹിക്കുന്നു. ഭൂമിയിലുള്ള പ്രാണിവർഗങ്ങളോട് കൂടി ചേർന്ന് ശിവഭൂതഗണങ്ങൾ ആകാശവും ഭൂമിയും നിറഞ്ഞ് ജ്വലിക്കുന്നത് പോലെ ഇരിക്കുന്നത് കാണുക. നദ്യോ നദാശ്ചക്ഷുഭിതാ സരാം സീജവനാം സിജ ന ജ്വലത്യഗ്നിരാജേന കാലോയം കിം വിദാസ്യതി. പുഴകളും വലിയ നദികളും തടാകങ്ങളും മനസ്സുകളും ശോഭിച്ചിരിക്കുന്നു. അഗ്നി നെയ്യൊഴിച്ചാലും ജ്വലിക്കുന്നില്ല. ഈ കാലം എന്തു ചെയ്യാൻ പോകുന്നു എന്ന് അറിയുന്നില്ല. ന പിബന്തി സ്തനം വത്സാന ദുഹ്യന്തി ജമാതര രുദന്ത്യശ്രുമുഖാശ ഗാവോ ന ഹൃഷ്യന്തുഷഭാ വ്രജേ. പശുക്കുട്ടി മുല കുടിക്കുന്നില്ല. പശുക്കൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നില്ല. അവ കണ്ണീരൊഴുക്കിക്കൊണ്ട് കരയുന്നു. കാളകൾ തൊഴുത്തിൽ സന്തോഷമുള്ളവരായിട്ടിരിക്കുന്നില്ല. ദേവതാനീരുദന്തീവ സ്ഥിത്യന്തി ഹ്യുച്ചലന്തിജ ഇമേ ജനപദാഗ്രാമ പുരോദ്യാനാഗരാശ്രമ ഭ്രഷ്ടശ്രിയോ നിരാനന്ദ കിമകം ദർശയന്തി നഃ. ക്ഷേത്രങ്ങളിലെ ദേവബിംബങ്ങൾ കരയുന്നതുപോലെ വിയർപ്പൊഴുക്കുന്നു. അവ ഇളകുന്നതുപോലെ കാണപ്പെടുന്നു. ഈ ദേശങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഉദ്യാനങ്ങൾ, രത്നഖനികൾ, ആശ്രമങ്ങൾ ഇവകൾ പ്രകാശമില്ലാതെയും സന്തോഷമില്ലാതെയും കാണപ്പെടുന്നു. നമുക്കിനി എന്ത് കഷ്ടമാണ് വരാൻ പോകുന്നത് എന്ന് അറിയുന്നില്ല. നദ്യഃ പറയുമ്പോൾ നദികൾ, നദാജ നദങ്ങൾ, സരാംസി തടാകങ്ങൾ, ഋഷഭാഹ ഉത്കൃഷ്ടങ്ങളായ കാളകൾ, ഹൃഷ്യന്തി പറയുമ്പോൾ ഹൃഷ്യന്തി പറയുമ്പോൾ സന്തോഷിക്കുന്നില്ല, ഗാവഹ പശുക്കൾ, ദേവതാനി ദേവബിംബങ്ങൾ, രുദന്തി ഇവ കരയുന്നത് പോലെ, സിദ്ധ്യന്തി പറയുമ്പോൾ വിയർപ്പ് ജലം പുറപ്പെടുവിക്കുന്നു, ഉച്ഛലന്തീജ ഇളകുകയും ചെയ്യുന്നു, നിരാനന്ദാഹ സന്തോഷത്തോടു കൂടാത്തവയും, ഭ്രഷ്ടശ്രിയ ശോഭയില്ലാത്തവയുമായ ഹിമേ ജനപദാഹ ഈ പട്ടണങ്ങളും, ഗ്രാമാഹ പറയുമ്പോൾ ഗ്രാമങ്ങളും, പുരോദ്യാന കരാശ്രമ രാജധാനികൾ, വാടികകൾ, പിന്നെ സ്വർണാധിഖനികൾ, മുനിജന നിവാസ സ്ഥാനങ്ങൾ ഇവയും കിമ്മകം എന്തു ദോഷത്തെ ദർശയന്തി കാണിക്കുന്നുവോ. മഞ്ഞയേതേർമഹോൽപാദേ നൂനം ഭഗവതപ്പദേ അനന്യ പുരുഷ ശ്രീബീർ ഹീനാപൂർഹത സൗഭഗ. ഈ വമ്പിച്ച ദോഷലക്ഷണങ്ങൾ കാണുന്നതിനാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ശോഭയോടുകൂടിയ ഭഗവാന്റെ പാദപത്മങ്ങൾ ഈ ഭൂമിയിൽ പതിക്കാത്തതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഭഗവാൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ചു പോയി എന്ന് സംശയിക്കുന്നു എന്ന് സാരം. ഇത് ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസ രാജ്ഞപ്രത്യാഗമത് ബ്രഹ്മൻ ഹിതുപുര്യാഗവിദ്വജ. ഹേ ബ്രഹ്മൻ, ഇപ്രകാരം ദുഃഖിതമായ മനസ്സോടെ ധർമ്മപുത്ര മഹാരാജാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ദ്വാരകയിൽ നിന്നും മടങ്ങി വന്നു. തം പാദയോ നിപതിതം അയഥാപൂർവമാധുരം അതോവദനം അഭ്യന്തൂൻ സുജന്തം നയനാബ്ജയോ വിലോക്യോ ദിഗ്നഹൃദയോ വിച്ചായം മനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സസ്മരൻ നാരദേരിതം. അബിന്ദൂൻ പറയുമ്പോൾ ജലഗണങ്ങളെ മുഞ്ചന്തം ഒഴുക്കുന്നവനും വിച്ചായം ശോഭയില്ലാത്തവനുമായ തം അനുജം ആ അനുജനെ വിലോക്യ നോക്കിയിട്ട്
നാരദേരിതം, നാരദനാൽ പറയപ്പെട്ടതിനെ സസ്മരൻ ഓർക്കുന്നവനും, ഉദ്ദിഗ്ധ ഹൃദയം പറയുമ്പോൾ ദുഃഖിച്ച ഹൃദയത്തോടു കൂടിയവനുമായിട്ട്, സുഹൃന്മധ്യേ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച്, പൃജച്ഛതി സ്മ പറയുമ്പോൾ ചോദിച്ചു. ചില ബുക്കിൽ മൃജന്തം കാണുന്നുണ്ട്, ചില ബുക്കിൽ സുജന്തം കാണുന്നുണ്ട്. ഋജന്തം നയനാബ്ജയോ പറഞ്ഞു കണ്ണുകളിൽ നിന്ന് നിർത്തുള്ളികളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നവനും. അർത്ഥം എന്തായാലും രണ്ടും ഒന്നാണ്. മുമ്പത്തെ പോലെ തൻ്റെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തവനും, അധോമുഖനും, താമരതളം പോലെയുള്ള കണ്ണുകളിൽ നിന്ന് നിർത്തുള്ളികളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നവനും, ശോഭയില്ലാത്തവനുമായിരിക്കുന്ന അനുജനെ നോക്കിയപ്പോൾ വിറപൂണ്ട മനസ്സോടെ നാരദമുനി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ ചോദിച്ചു. ഇനി യുധിഷ്ഠിരോ വാച. കച്ചിദാനർത്ഥപുര്യാം നഃ സ്വജനാ സുഖമാസ്തേ മധുഭോജദശാർഹാർഹ സാത്വതാന്തകവിഷ്ണയ. യുധിഷ്ഠിരൻ പറഞ്ഞു, സോദര, അനർത്ഥപുരിയായ ദ്വാരകയിൽ മധുക്കൾ, ഭോജന്മാർ, ദശാർഹന്മാർ, അർഹന്മാർ, സാത്വതന്മാർ, അന്തകന്മാർ, വിഷ്ണികൾ മുതലായ നമ്മുടെ ആളുകൾ സുഖമായിട്ടിരിക്കുന്നുവോ? ശൂരോ മാതാമഹ കച്ച് സ്വസ്ത്യാസ്തേവാദമാരിഷ മാതുലസാനുജ കച്ച് കുശല്യാനകുന്ദുബിഹേ. പൂജ്യനും വീരനുമായ നമ്മുടെ അമ്മയുടെ അച്ഛൻ ശൂരസേനന് ക്ഷേമം തന്നെയല്ലേ? അമ്മാവൻ വസുദേവർ സുഖമായിരിക്കുന്നുവോ? സപ്തസ്വസാര സത്പത്ന്യോ മാതുലാന്യസഹാത്മജ ആസദേ തസ്നുഷാക്ഷേമം ദേവകീ പ്രമുഖ സ്വയം. വസുദേവരുടെ ഭാര്യമാരായ 7 സഹോദരിമാരും നമ്മുടെ അമ്മായിയമ്മ ദേവകി തുടങ്ങിയവരും അവരുടെ പുത്രിമാരും മരുമക്കളുമെല്ലാം ക്ഷേമത്തോടെ ഇരിക്കുന്നുവോ? വിഷ്ണുവംശത്തിലെ ശൂരസേനനായിരുന്നു മധുരയിലെ രാജാവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീകൃഷ്ണൻ്റെ പിതാവായ വസുദേവർ. എന്നാൽ ശൂരസേനന് ശേഷം മധുരയിലെ രാജാവായത് ആഹുകൻ്റെ പുത്രൻ ഉഗ്രസേനനായിരുന്നു. ഉഗ്രസേനൻ്റെ പുത്രനാണ് കംസൻ. ഉഗ്രസേനനെ തടവിലാക്കിയിട്ടാണ് കംസൻ രാജാവായത്. ദേവകൻ പറയുമ്പോൾ ഉഗ്രസേനൻ്റെ അനുജനാണ്. തൻ്റെ പുത്രിമാരായ ക്ഷുതദേവ, ശാന്തിദേവ, ശ്രീദേവ, ദേവരക്ഷിത, സഹദേവ, ദേവകി എന്ന 7 പേരെയും വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. കച്ച് രാജാഹുഗോ ജീവത്യ സത്പുത്രോസ്യ ജാനുജ ഹൃദീകാസസുതോ ക്രൂരോ ജയന്ത ഗതസാരണാഹ. അസത്പുത്രനായ കംസൻ്റെ പിതാവ് ആഹുകൻ. ഉഗ്രസേനൻ ജീവിച്ചിരിക്കുന്നുവോ? അവൻ്റെ അനുജൻ ദേവകനും പുത്രസഹിതനായ ഹൃദീകനും അവൻ്റെ പുത്രനായ ഗതവർമാവും അക്രൂരൻ, ജയന്തൻ, ഗതൻ, സാരണൻ മുതലായ ശ്രീകൃഷ്ണ സഹോദരന്മാർ എല്ലാവരും സുഖമായിരിക്കുന്നുവോ? ആസദേ കുശലം കച്ചിദ്യേജ ശത്രുജിതാദയ കച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു. ശത്രുജിത്ത് മുതലായവർക്കും കുശലം തന്നെയല്ലേ? യാദവന്മാരുടെ പ്രഭുവും സർവസമർത്ഥനുമായ ബലരാമനും സുഖം തന്നെയാണോ? പ്രദ്യുമ്ന സർവവിഷ്ണീനാം സുഖമാസ്തേ മഹാരഥ ഗംഭീരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുദ. എല്ലാ വിഷ്ണികളുടെയും കൂട്ടത്തിൽ മഹാരഥനായ പ്രദ്യുമ്നന് സുഖമാണോ? ഗംഭീര പരാക്രമശാലിയുമായ ഭഗവാൻ അനിരുദ്ധൻ സുഖമായിരിക്കുന്നുണ്ടോ? തുഷേണശ്ചാരുദേഷ്ണശ്ച സാംബോ ജാമ്പവതീ സുത അന്യേജാ കാഷ്ണിപ്രവര സപുത്ര ഋഷഭാദയ തദൈവാനുജരാ ശൗരേഷു തദേവോദ്ധവാദയ സുനന്ദനന്ദശീർഷണ്യ ഹേചാനീ സാത്വദർശഭാഃ അഭിസ്വസ്ത്യാസദേ സർവേ രാമകൃഷ്ണഭുജാശയാഃ അഭിസ്മരന്തി കുശലം അസ്മാകം ബദ്ധസൗഹൃദാഃ. തുഷേണൻ, ചാരുദേഷ്ണൻ, ജാമ്പവതിപുത്രൻ സാമ്പൻ, കൃഷ്ണൻ്റെ പുത്രന്മാരിൽ ശ്രേഷ്ഠന്മാരായ മറ്റുള്ളവരും, പുത്രന്മാരോടുകൂടിയ ഋഷഭൻ, ശ്രീകൃഷ്ണൻ്റെ ആശ്രിതന്മാരും അനുചരന്മാരുമായ ശ്രുതദേവൻ, ഉദ്ധവർ മുതലായവരും, യാദവശ്രേഷ്ഠന്മാരായ സുനന്ദൻ, നന്ദൻ മുതലായവർക്കും ക്ഷേമമാണോ? ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യരായ യാദവർ, കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ബലത്തെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവരും സൗഖ്യമായിരിക്കുന്നുവോ? നമ്മുടെ അടുത്ത സൗഹൃദ ബന്ധമുള്ളവരെല്ലാം നമ്മുടെ കുശലത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? ഭഗവാനപി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല കച്ചിത് പുരേ സ്വധർമായാം സുഖമാസ്തേ സുഹൃദഃ. ബ്രാഹ്മണ ഭക്തനും ഭക്തവത്സലനുമായ ഭഗവാൻ ഗോവിന്ദനും ദ്വാരകാപുരത്തിൽ തൻ്റെ സുധർമ്മ എന്നു പേരായ സഭയിൽ മിത്രങ്ങളാൽ ചുറ്റപ്പെട്ടവനായി സുഖമായി കഴിയുന്നുണ്ടോ? മംഗളായ ജലോകാനാം ക്ഷേമായ ജപവായ ജ ആസ്തേ യദുകുലാംബോധ വാദ്യോനന്തസകപ്പുമാൻ. ലോകത്തിൻ്റെ ക്ഷേമത്തിനും മംഗളത്തിനുമായി യദുകുലമാകുന്ന സമുദ്രത്തിൽ ആദിശേഷനാകുന്ന ബലരാമനോടുകൂടി അവതരിച്ച ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ സുഖമായിരിക്കുന്നുവോ?
യദ്ബാഹുദണ്ഡഗുപ്തായാം സ്വപുര്യാം യാദവോർച്ചിതാഃ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷിക ഇവ. ആ ഭഗവാന്റെ കൈകളാൽ രക്ഷിക്കപ്പെടുന്ന യാദവന്മാർ അവരുടെ രാജധാനിയിൽ ആ ഭഗവാനെ പൂജിച്ചുകൊണ്ട് വൈകുണ്ഠവാസിയായ ശ്രീനാരായണമൂർത്തിയെ ആശ്രയിച്ചിരിക്കുന്ന പാർഷദന്മാരെ പോലെ പരമാനന്ദത്തോടെ വിഹരിക്കുന്നുവോ. യത്പാദശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദഷ്ടസഹസ്രയോഷിത നിർജിത്യ സങ്കേതിദശാം തഥാ ശിശോ ഹരന്തി വജ്രായുധവല്ലഭോചിതാഃ. ആ ഭഗവാന്റെ പാദസേവയാകുന്ന ഉത്കൃഷ്ട കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന സത്യഭാമ മുതലായ 16,000 സ്ത്രീകൾ ദേവന്മാരെ യുദ്ധത്തിൽ ജയിച്ചിട്ട് ഭഗവാൻ അധീനപ്പെടുത്തിയ ഇന്ദ്രപത്നിമാർ മാത്രം അനുഭവിക്കുന്ന പാരിജാതം മുതലായ ദിവ്യഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദുപ്രവീരാ യഗുദോ ഭയാമുഹോ അതിക്രമന്ത്യംഗ്രിവിരാഹൃതാം ബലാത് സവാം സുധർമാം സുരസത്തമോജിതാം. ഏതൊരുവൻ്റെ ബാഹുബലത്തെ അനുസരിച്ച് ആരിൽ നിന്നും ഒരിടത്തു നിന്നും ഭയമില്ലാതെ ജീവിക്കുന്ന യാദവശ്രേഷ്ഠന്മാർ ദേവന്മാർക്ക് മാത്രം ലഭിച്ചിരിക്കുന്നതും ഭഗവാന്റെ പ്രഭാവത്താൽ എത്തിക്കപ്പെട്ടതുമായ സുധർമ്മ എന്ന സഭയിൽ ഇരിക്കുന്നുവല്ലോ. യദുക്കളെ ഇപ്രകാരം അനുഗ്രഹിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണൻ സുഖമായിരിക്കുന്നുവോ. കച്ചിത്തേനാമയം ദാത ഭ്രഷ്ടതേജാവിഭാസിമേ അലബ്ധമാനോ വജ്ഞാത കിംബാദാത ജിരോഷിത. ഹേ ബാല, നിനക്ക് സുഖം തന്നെയല്ലേ? നിന്റെ ശോഭ കുറഞ്ഞു കാണുന്നുവല്ലോ. അതിനെന്താണ് കാരണം? അവിടെ കുറേയധികം നാൾ താമസിച്ചതിനാൽ നീ മാനിക്കപ്പെടാത്തവനും അപമാനിതനുമായോ. കച്ചിത്നാഭിഹതോ ഭാവേ ശബ്ദാദിവിരമംഗളേ ന ദത്തമുക്തമർത്തിഭ്യ ആശയായത് പ്രതിശ്രുതം. അമംഗളമായ വാക്കുകൾ കൊണ്ടോ ഭാവങ്ങൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നീ പ്രഹരിക്കപ്പെട്ടില്ലല്ലോ. യാചകന്മാർ ആവശ്യപ്പെട്ടതിനെ കൊടുക്കാൻ സാധിക്കാതെ വന്നുവോ. ഇച്ഛാനുസരണം ചെയ്യപ്പെട്ട ഏതെങ്കിലും പ്രതിജ്ഞയെ പാലിക്കാൻ സാധിക്കാതെ വന്നുവോ. കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സത്വം നാത്യാക്ഷേ ശരണപ്രദ. ശരണാർത്ഥികളെ രക്ഷിക്കുന്ന നീ നിന്നെ ശരണം പ്രാപിച്ച ബ്രാഹ്മണൻ, ബാലൻ, പശു, സ്ത്രീ, വൃദ്ധൻ, രോഗി, പ്രാണി ഇവരെയോ അഥവാ ഏതെങ്കിലും ഒരു പ്രാണിയെയോ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അശക്തനായി തീർന്നുവോ. കച്ചിത്തം നാഗമോ ഗമ്യാം വാസകൃതാം സ്ത്രീയം പരാജിതോ വാത ഭവാൻ നോത്തമേ ദാസമേപദേ. പ്രാപിക്കാൻ പാടില്ലാത്ത സ്ത്രീയെ നീ പ്രാപിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതായ ഏതെങ്കിലും സ്ത്രീയെ സംസ്കാരം കുറഞ്ഞവൾ എന്ന് പറഞ്ഞ് നിരാകരിക്കുകയോ ചെയ്തുവോ. സമന്മാരാലോ സമന്മാരല്ലാത്തവരാലോ മാർഗത്തിൽ വെച്ച് നീ പരാജയപ്പെട്ടുവോ. അഭിചത് പര്യഭുക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മകിഞ്ചിത് കൃതവാൻ നയതക്ഷമം. നിന്നോടൊപ്പം സാദരം പുജിക്കാൻ യോഗ്യരായ വൃദ്ധന്മാരെയും ബാലകരെയും ഉപേക്ഷിച്ചിട്ട് നീ തനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുവോ. അയോഗ്യവും നിന്ദിതവുമായ ഏതെങ്കിലും ഒരു നീചകർമ്മം നീ ചെയ്തുവോ. കച്ചിത് പ്രേഷതമേനാദാഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേതേന്യദാനരുക്ക്. എപ്പോഴും നിന്നോട് പരമപ്രേമാസ്പദവും അന്തരംഗത്തിൽ ഇരിക്കുന്നവനും ആത്മബന്ധുവുമായ കൃഷ്ണനോട് വേറിട്ട് വന്നുവല്ലോ. അതിനാൽ എൻ്റെ ഹൃദയം ശൂന്യമായല്ലോ എന്ന് നീ വിചാരിക്കുന്നുവോ. അതല്ലാതെ മറ്റൊരു വിധത്തിലും നിനക്ക് ശോകമുണ്ടാവുകയില്ല. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരവിതർക്കോ നാമ ചതുർദശോധ്യായഃ. 1-ാം സ്കന്ധം 14-ാമത്തെ അധ്യായം സമാപിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരം പദഭ്രഷ്ടം മാത്രാഹീനം ദുയദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ ജനാർദ്ദന. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി.